ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. കളവ് പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഉപ്പയുടെ അരികിൽ നിന്ന് കുട്ടിയെ, ചെറിയ യൂസുഫിനെ കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ മെനയുകയാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി ഖാല ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബി. നിങ്ങൾ യൂസുഫിനെ കൊണ്ടുപോവുക എന്നത് എനിക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അവരുടെ കൂടെ കുട്ടിയെ വിടാൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഇഷ്ടമില്ല. കാരണം അവരുടെ അസൂയ അദ്ദേഹത്തിന് അറിയാം. ആ അസൂയ കൊണ്ട് അപകടം യൂസുഫിന് വരുത്തും എന്ന പേടിയാണ് അതിൻ്റെ കാരണം. വഅഖാഫു അൻ യഅകുലഹു ദിഅബ്. മാത്രവുമല്ല, ചെന്നായ കുട്ടിയെ പിടിക്കുമോ എന്നും ഞാൻ പേടിക്കുകയാണ്. വഅൻതും അൻഹു ഗാഫിലൂൻ. നിങ്ങൾ കുട്ടിയെ തൊട്ട് അശ്രദ്ധനായിരിക്കുമ്പോൾ, നിങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ ജോലികളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിക്കാൻ. അപ്പം അവർ പോകുന്ന സ്ഥലം ചെന്നായ ഉള്ള ഇടമാണ്. ചെന്നായ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ പൊതുവെ കാണാറില്ല. കാട്ടിലുള്ള ഒരു വന്യജീവിയാണ്. മുമ്പ് നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടികളെ ഉപദ്രവിക്കും. കൂട്ടമായിട്ടാണ് വരിക. മനുഷ്യർ വളർത്തുന്ന ജീവജാലങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കൊന്നൊടുക്കി ഇപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം കാടുകളിൽ കഴിയുന്നുണ്ട്. അങ്ങേയറ്റം ഉപദ്രവകാരിയാണ് ആ ജീവി. മാത്രവുമല്ല, സ്വന്തം ശരീരത്തിൻ്റെ ഇരട്ടി ഭക്ഷണം അതിന് കഴിക്കാൻ കഴിയും. സ്വന്തം ശരീരത്തേക്കാൾ അധികം ഭക്ഷണം, അത്രയും കൂടുതൽ ഭക്ഷണം അത് കഴിക്കും. പിന്നെ ഒരാഴ്ചക്കാലം ഭക്ഷണമില്ലാതെ കഴിയാനൊക്കെ സാധിക്കുന്ന ഒരു ജീവിയാണ്. ഇവിടെ ചെന്നായ പിടിക്കും എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നു. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഖദർ വന്നെത്തിയാൽ കണ്ണുമൂടും, പിന്നെ ചിന്തിക്കൂല. അതുവരെ ചിലപ്പോൾ നല്ല ഓർമ്മ ഉണ്ടാകും, നന്നായി ചിന്തിക്കും. പക്ഷെ വിധിയെടുത്തു. അങ്ങനെ കുട്ടിയെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. അവരുടെ ആ മധുരം പുരട്ടിയ സംസാരം കേട്ട് ഞങ്ങൾ നാസിഹകളാണ്, ഞങ്ങൾ ഹാഫിദുകളാണ് എന്ന ആ മധുരമുള്ള വാക്ക് കേട്ട് ഉപ്പ കുട്ടിയെ പറഞ്ഞയക്കുന്നു. ഫലമ്മ ദഹബൂ ബി. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് അവർ പോയി. അവർ ചെന്നു, കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു. അപ്പം ആ കിണറിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു. മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണാത്ത അത്ര ആഴമുള്ള കിണർ. ആ കിണറിന് പിടിച്ചു കയറാനുള്ള പടികളില്ല. മാത്രമല്ല, കുട്ടിയെ എറിയുന്നത് എങ്ങനെയാണ്? വസ്ത്രം ഊരിയിട്ടാണ്. വസ്ത്രത്തിൽ ഇനി രക്തം പുരട്ടണം. അപ്പം ആദ്യം ആ 7 വയസ്സുള്ള പൈതലിനെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയുടെ വസ്ത്രം ഊരി, എന്നിട്ട് കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആ കുട്ടിയെ എറിയുന്നു. എത്ര നിസ്സഹായമായൊരവസ്ഥയാണ്. ജ്യേഷ്ഠന്മാരുടെ കൂടെ കളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അവനിഷ്ടം പോലെ ഭക്ഷണം കഴിക്കട്ടെ, വെള്ളം കുടിക്കട്ടെ, ആസ്വദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉപ്പാൻ്റെ അരികിൽ നിന്ന്, വീട്ടിൽ നിന്ന് കളിക്കാനുള്ള കൊതിയുമായി പോകുന്ന ആ 7 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയി കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിടുന്നു. ആ വീഴ്ചയിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ എത്ര മുറിവ് പറ്റിയിട്ടുണ്ടാകും. എന്നിട്ട് അവർ മടങ്ങാൻ. വജാഉ അബാഹും ഇശാഅം യബ്കൂൻ. മടങ്ങുന്നത് എപ്പോഴാണ്? രാത്രിയാണ്. അപ്പൊ രാത്രി ആ കിണറ്റിൽ കിടക്കുകയാണ് ആ കുട്ടി. രാത്രിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. യബ്കൂൻ, കരഞ്ഞുകൊണ്ട്, കള്ളക്കരച്ചിലുമായി രാത്രി ഇവർ വീട്ടിലേക്ക് വരുന്നു. രാത്രി ആ 7 വയസ്സുള്ള ബാലൻ ആ കിണറ്റിൽ കിടക്കാൻ. എത്ര വലിയ പരീക്ഷണങ്ങളാണ്. ഒന്ന്, രാത്രിയുടെ ഇരുട്ടിൽ ഒരു കിണറിൻ്റെ അടിയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ.
ആ കിണറിന്റെ അടുത്തൊന്നും ആൾപ്പാർപ്പില്ല, ഒരു മനുഷ്യനുമില്ല, ശബ്ദം കേൾക്കാൻ ആരുമില്ല, സഹായത്തിനെത്താൻ ആരുമില്ല. ആൾപ്പാർപ്പില്ലാത്ത ഒരു പ്രദേശം, അവിടെ ഒരു കിണർ, ആ കിണറ്റിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ളൊരു കിണറ്റിൽ പല ജീവജാലങ്ങളും ഉണ്ടാകും. ആ ജീവജാലങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, പേടിപ്പെടുത്തുന്ന രാത്രിയുടെ ശബ്ദം, ഏകാന്തതയുടെ പേടി, ഇരുട്ടിന്റെ പേടി, മരണത്തെ കൺമുന്നിൽ കാണുന്നു, ആര് സഹായിക്കുമെന്നറിയില്ല, ആരെങ്കിലും വിളി കേൾക്കുമോ എന്നറിയില്ല. അതോടൊപ്പം തൻ്റെ സഹോദരന്മാർ തന്നോട് ഇത് ചെയ്തല്ലോ എന്ന സങ്കടം. 10 ജ്യേഷ്ഠന്മാർ, ആ 10 സഹോദരന്മാരും തന്നോട് ഇത് ചെയ്തല്ലോ എന്ന സങ്കടം. എത്ര വലിയ ഒരു സങ്കടത്തിലായിരിക്കും ആ 7 വയസ്സുള്ള കുട്ടി ആ കിണറ്റിൽ കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ അള്ളാഹു ആശ്വസിപ്പിച്ചു. വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഔഹൈനാ. അല്ലാഹു തആല ബോധനം നൽകി, അല്ലാഹ് മനസ്സിൽ തോന്നിപ്പിച്ചു. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ആ രാത്രി യൂസുഫ് കിണറ്റിൽ ഉറങ്ങി, ആ ഉറക്കിൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തു. എന്താണ്? ഈ കാര്യങ്ങളെപ്പറ്റി നിന്റെ സഹോദരന്മാരെ നീ ബോധ്യപ്പെടുത്തും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ആ സഹോദരന്മാർക്ക്, ആ 10 പേർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസം വരും എന്ന ആശ്വാസം അള്ളാഹു കിണറ്റിൽ ആ കുഞ്ഞിന് നൽകുകയാണ്. മറ്റോരോ 10 പേര് കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ അരികിലേക്ക് പോവാൻ. ഖാലൂ, അവര് പറഞ്ഞു, യാ അബാന ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ. ഉപ്പ, ഞങ്ങൾ സിബാഖ്, ഓട്ടമത്സരം നടത്തായിരുന്നു. ഞങ്ങൾ യൂസുഫുമായി പോയിട്ട് ഞങ്ങൾ ഓട്ടമത്സരം അല്ലെങ്കിൽ അമ്പെയ്ത്ത് മത്സരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പം മത്സരത്തിന് കൂടെ കൂട്ടാനുള്ള പ്രായമായിട്ടില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? യൂസുഫിനെ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അവിടെ നിർത്തി. ഫഅകലഹു ദിഅബ്. ആ സമയത്ത് ചെന്നായ തിന്നു. അകല എന്നാ പറഞ്ഞിട്ട്, തിന്നു. ഖതല എന്നല്ല. ഖതല കൊന്നു എന്ന് പറഞ്ഞാൽ, ചെന്നായ കൊന്നു എന്ന് പറഞ്ഞാൽ അവശിഷ്ടം കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ പാർട്സ് എവിടെ, ബാക്കി ഭാഗം കാണിച്ചു കൊടുക്കണം. അപ്പം അതിന് അവർ പ്രയോഗിച്ചത് എന്താ? കൊന്നു എന്നല്ല, അകല, തിന്നു. ഇനി ഒന്നുമില്ല, ബാക്കിയൊന്നുമില്ല. ആ ചതിയുടെ, ആ കളവിൻ്റെ മൂർച്ച നോക്കണം. യൂസുഫിനെ തിന്നു കഴിഞ്ഞു, ചെന്നായ മുഴുവൻ തിന്നു. ഇനി കാണിച്ചു തരാൻ ഒരു പാർട്സ് പോലും ഇല്ല. അങ്ങനെ യൂസുഫിനെ തിന്നു. പക്ഷെ ഞങ്ങളിത് പറഞ്ഞാലോ, വമാ അൻത ബിമുഅ്മിനിൻ ലന വലൗ കുന്നാ സ്വാദിഖീൻ. ഞങ്ങളെ ഉപ്പ വിശ്വസിക്കൂല. ഞങ്ങൾ സത്യം പറഞ്ഞാലും ഉപ്പ ഞങ്ങളെ വിശ്വസിക്കൂല. യൂസുഫിനോടാണല്ലോ ഉപ്പാക്ക് സ്നേഹം. മുൻകൂർ ജാമ്യാണ്. ഞങ്ങൾ പറയുന്നത് സത്യമാണ്, പക്ഷെ പറഞ്ഞിട്ടും എന്തില്ല, ഉപ്പ വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം യൂസുഫിനോടാണ് ഉപ്പാക്ക് സ്നേഹം. കരഞ്ഞിട്ടാണ് പറയുന്നത്. എല്ലാ കരച്ചിലും എന്തല്ല, സത്യമല്ല. ഒരാൾ കരഞ്ഞു എന്നതുകൊണ്ട് പറയുന്നത് സത്യമാകൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് കരച്ചിൽ കൊണ്ട് ഒരിക്കലും വിധി പറയാനും പാടില്ല. 2 പേര് വന്നു, ഒരാൾ കരഞ്ഞാൽ കരഞ്ഞവന്റെ ഭാഗത്താണ് ഹക്ക്, കരഞ്ഞതാണ് ശരി. തെളിവ് നോക്കിയിട്ടാണ് എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, കരച്ചിൽ നോക്കിയിട്ടല്ല. പിന്നെ ഇവര് കമീസ് കൊണ്ടുവന്നു. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്. ഇപ്പൊ ദമുൻ കദിബ്, കള്ള രക്തം, അഥവാ ഒരു ആടിനറുത്ത് ആ ആടിൻ്റെ രക്തം വസ്ത്രത്തിൽ പുരട്ടിയിട്ട്, കണ്ടാൽ തന്നെ അറിയാം ഇത് തരികിടയാണ്, ഇത് ഒപ്പിച്ചതാണ്. അങ്ങനെയാണ് ആ വസ്ത്രവുമായിട്ട് 10 പേര് വരുന്നത്. അപ്പൊ ചോരപ്പാടുണ്ടാകണം എന്ന് അവർക്കറിയാം. പക്ഷേ കളവിനെന്തുണ്ടാകൂല, വലിയ ആയുസ് ഉണ്ടാകൂല. എത്ര കെട്ടിയുണ്ടാക്കിയ കളവാണെങ്കിലും അത് പൊട്ടിപ്പോകും. കളവ് പറഞ്ഞ് സ്ഥാപിച്ചത് പൊളിയും. കളവ് കൊണ്ട് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സത്യത്തിന് മാത്രമേ ആയുസ് ഉണ്ടാവുള്ളൂ. കളവ് തകരും. ഇവിടെ തന്നെ ഇവര് രക്തം പുരട്ടി, പക്ഷെ വസ്ത്രം കീറാൻ മറന്നു. ചെന്നായ പിടിച്ചതാണെങ്കിൽ എന്തുണ്ടാകണം? വസ്ത്രം കീറണം. ഇപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ആ വസ്ത്രം കൊടുത്തപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ചരിത്രത്തിൽ കാണാം, ഇത്ര വിവേകമുള്ള ചെന്നായെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം യൂസുഫിന്റെ വസ്ത്രമൊക്കെ ഊരിയിട്ട് പിന്നെ യൂസുഫിനെ കഴിച്ച അത്ര വിവേകമുള്ളൊരു ചെന്നായ, അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വിവേകമുള്ള ഒരു ചെന്നായെ പറ്റിയിട്ട് കേൾക്കുന്നത്. അപ്പൊ അവരെന്ത് മറന്നു?
രക്തം പുരട്ടണമെന്ന് ആ കളവിൽ ചിന്തിച്ചു. പക്ഷേ അതോടൊപ്പം വസ്ത്രം കീറണം എന്നത് അവരവിടെ മറന്നുപോയി. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിലേക്ക് വരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇത് ഇവരുണ്ടാക്കിയ തന്ത്രമാണ്. ഇനി എന്തേ ഉള്ളൂ? ഇനി അള്ളാഹുവിലേക്ക് വിടാം, ഇനി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കുക. കാരണം ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അവൻ ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള യൂസുഫിൻ്റെ യാത്രയാണ് ഫസ്വബുറുൻ ജമീൽ. ഫസ്വബുറുൻ ജമീൽ, എത്ര മനോഹരമായൊരു പ്രയോഗമാണത്. സ്വബുറുൻ ജമീൽ. സ്വബുറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഒരാളോടും ആവലാതിയില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും എനിക്ക് ഒരു പ്രയാസമില്ല, അങ്ങനെ ഞാൻ ക്ഷമിക്കുന്നു. ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അതിൽ പെട്ടു. ഒരു മനുഷ്യനോടും ഒരു വെറുപ്പോ ഒരു വിദ്വേഷവും ഇല്ലാതെ എനിക്ക് ബാധിച്ചതിൽ ഞാൻ ക്ഷമിക്കുന്നു. അതാണ് സ്വബുറുൻ ജമീൽ. അതാണ് നമുക്കുണ്ടാകേണ്ടത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ എത്ര പ്രയാസപ്പെടുത്തി ആ 10 മക്കൾ, പക്ഷെ അവരോട് ക്ഷമിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നമാ അഷ്കൂ ബസ്സി വഹുസിനി ഇലല്ലാഹ്. എൻ്റെ സങ്കടം ഞാൻ പടച്ചോനിലേക്ക് വിടുന്നു, എൻ്റെ സങ്കടം ഞാൻ അള്ളാഹിൻ്റെ അരികിലേക്ക് വിടുന്നു. അതുകൊണ്ടാണ് ഈ ആയത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. പടച്ചോനെ, അങ്ങനെ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ എന്നെ ഉപദ്രവിച്ചവർ, എന്നെ പ്രയാസപ്പെടുത്തിയവർ, അവരോടൊക്കെ മാപ്പ് കൊടുത്ത് ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ കാര്യങ്ങൾ വിടുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. 3 കാര്യങ്ങളാണ് ജമീൽ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. സൊബ്റുൻ ജമീൽ, സൊഫ്ഹുൻ ജമീൽ, ഹജറുൻ ജമീൽ. സൊബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചവനെ, പ്രയാസപ്പെടുത്തിയവരോട് ഒരു മടിയുമില്ലാതെ മാപ്പ് കൊടുക്കുക. നമ്മളെ ഉപദ്രവിച്ചു, നമ്മളെ പ്രയാസപ്പെടുത്തി, നമ്മളെ ഇടങ്ങേറാക്കി, അങ്ങനെ നമ്മളെ പ്രയാസപ്പെടുത്തിയവരോട് നമുക്കൊരു മടിയുമില്ല, ഒരു പ്രയാസമില്ല, അങ്ങനെ അവരോട് ക്ഷമിക്കുക. സൊഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ആ പ്രയാസപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുക്കുക. ആ മാപ്പിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ പടച്ചോനെ അവന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ സാമ്പത്തികമായി ഒരാൾ പ്രയാസപ്പെടുത്തി, എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു, പടച്ചോനെ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ, ആ മനുഷ്യന്റെ പരലോകം പ്രയാസപ്പെടുത്തല്ലേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക. ഹജറുൻ ജമീൽ, അവരെ ഒഴിവാക്കുക. പിന്നെ അവരെ ഇടങ്ങേറാക്കാനും പ്രതിക്രിയ ചെയ്യാനും പകരം പൂട്ടാനും പകവെക്കാനും ഇല്ല. ഇത് 3 ജമീൽ, മനോഹരാണ്. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ ജീവിതം മനോഹരാകും. അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കാനുള്ള മനസ്സുണ്ടോ ജീവിതം മനോഹരാകും. ആ പ്രതികാരവും വിദ്വേഷവും വൈരാഗ്യമൊക്കെ എടുത്തു കളഞ്ഞ്, ശരി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ പിന്നാലെ പോണില്ല, അതല്ല എൻ്റെ ദീൻ. പകരം പൂട്ടലും പ്രതികാരം ചോദിക്കലും അതല്ലല്ലോ എൻ്റെ ദീൻ, ഞാൻ അത് ഒഴിവാക്കുന്നു. ഹദാ ജമീൽ, അത് മനോഹരമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു മനസ്സാണ് വേണ്ടത്. മറക്കാൻ കഴിയുന്നൊരു മനസ്സ് വേണം. ഉപദ്രവിച്ചവരെ, പ്രയാസപ്പെടുത്തിയവരെ അത് മറക്കുക, അത് മായ്ച്ചു കളയുക, അവരെ വിടുക. അള്ളാൻ്റെ അരികിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാകും. മറക്കാൻ കഴിയാത്ത മനസ്സാണെങ്കിലോ അത് നമ്മെ പ്രയാസപ്പെടുത്തും. നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. നമ്മളെ പണ്ട് 5-ാമത്തെ വയസ്സിൽ ഉപദ്രവിച്ചപ്പോഴും മനസ്സിൽ വെച്ച് നടക്കണം ചില ആളുകൾ. അല്ലെങ്കിൽ 10 കൊല്ലം മുന്നേ ഉള്ള എന്തോ ഒരു സംസാരം, എന്തോ ഒരു വാക്ക്, എന്തോ ഒരു ചെറിയ ഒരു ഇടപാട്, 10 കൊല്ലമായിട്ട് സലാം പറഞ്ഞിട്ടില്ല, 10 കൊല്ലമായിട്ട് ചിരിച്ചിട്ടില്ല, ഇപ്പോഴും ആ പകയുമായിട്ട് നടക്കാൻ. ആ ഒരു മനസ്സ് പൊറുക്കാൻ കഴിയാത്ത, ചിലപ്പോൾ അതിൻ്റെ ശേഷം എത്രയോ തവണ പൊറുക്കണം, മാപ്പാക്കണം, എല്ലാ റമദാനിലും കണ്ട് പിന്നെ കൈയൊക്കെ കൊടുത്ത് മാപ്പൊക്കെ പറഞ്ഞ് പിരിയും. റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് പിന്നെയും തുടങ്ങും. അപ്പം അങ്ങനെ മനസ്സൊന്ന് വിട്ട് കളയാൻ കഴിയാത്ത മനസ്സാണുള്ളത് എങ്കിൽ കോപം ഇരട്ടിപ്പിക്കും, ഉള്ള ദേഷ്യം ഇരട്ടിയാവും. എന്തെങ്കിലും പിന്നൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ പഴയതുകൂടെ വന്നിട്ട് ആളി കത്തും, ദേഷ്യം തുടങ്ങും, നാവിൻ്റെ കെട്ടടിയും, പിന്നെ നിയന്ത്രണം ഒന്നും ഉണ്ടാവില്ല. നാവുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയില്ല. ദേഷ്യം നമ്മളെ അതിജയിക്കും, പിന്നെ ദേഷ്യമാണ് നമ്മളെ നിയന്ത്രിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൊബ്റുൻ ജമീൽ എന്ന വാക്കുപോലെ മനോഹരമായ മറ്റൊന്നില്ല. നമുക്ക് ഒന്നും മനസ്സിലില്ലാതെ പൂർണ്ണമായി ക്ഷമിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സ്, അള്ളാഹുവിലേക്ക് വിടാൻ കഴിയുന്നൊരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താണ്? റമദാനിൽ അവസാനത്തെ 10 ആഗ്രഹിക്കുന്നത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എനിക്ക് പുറത്തു തരണേ എന്നാണ്. നമ്മൾ പൊറുക്കാത്തവരെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാലോ. മനുഷ്യന്മാരായ നമുക്ക് പടച്ചോൻ പുറത്തു തരണം, അള്ള പുറത്തു തരണം, അള്ള നമുക്ക് പുറത്തു തരണം. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കാണ്. നമ്മളോട് തെറ്റ് ചെയ്തവരോടോ നമ്മൾ പൊറുക്കൂല. നമ്മളോട് എന്തൊരു ചെറിയൊരു കാര്യം, നമ്മുടെ സ്വത്ത് തട്ടിയെടുത്തു, അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറി, ഞാൻ ക്ഷമിക്കൂല, ഞാൻ പൊറുക്കൂല, മരിച്ചാലും പൊറുക്കൂല എന്നാണ്. എൻ്റെ മരിച്ചാൽ മയ്യത്ത് കാണാൻ വരെ ഓൻ പെരേക്ക് വരരുതെന്നാണ് ബാപ്പാര് മക്കളോട് പറയുന്നതാണ്. അപ്പം അങ്ങനെ പൊറുക്കാത്ത മനസ്സുമായിട്ട് നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നമുക്ക് പൊറുക്കലിനെ കിട്ടണം. അപ്പോൾ അത് ശരിയല്ല. നമ്മൾ പൊറുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അത് സാധിച്ചു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അത് സാധിച്ചു. അവർ പറഞ്ഞത് സബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. എത്രത്തോളം പിന്നെ ചരിത്രത്തിൽ കാണാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ഈ 10 പേര് വരുന്നുണ്ട്. ബിന്യാമീനെ, പിന്നെ ഒരു മോഷണം, അത് വിശദമായി നമ്മൾ പറയും. ആ കേസിന് അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ഈ 10 പേര് നിൽക്കുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആരാണ്? മന്ത്രിയാണ്, അധികാരം കയ്യിലുണ്ട്. അപ്പോഴാണ് ഈ 10 പേര് പറയുന്നത്, ഇവൻ മാത്രമല്ല, ഇവൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, ഒരു യൂസുഫ്, ഓനും മോഷ്ടിക്കുന്ന ആളാണ്. ആരോടോ പറയുന്നു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട്. അധികാരം കയ്യിലുണ്ട്. പണ്ടത്തെ നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ആ പഴയ കണക്ക് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തോ? അധികാരം ഉപയോഗപ്പെടുത്തിയോ? ജയിലിൽ അടച്ചോ? ഇല്ല. അവിടെ എന്താണ്? അതാണ് സബ്റുൻ ജമീൽ. മനസ്സിൽ വെച്ചിട്ടില്ല. മനസ്സിൽ എത്ര വലിയ ഒരു ഉപദ്രവമാണ് ചെയ്തത്. ആ കിണറ്റിൽ കിടക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയോ? ഒറ്റക്ക് ഏകാന്തതയിൽ ആ ഇരുട്ടത്ത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പക നമ്മുടെ മനസ്സിന്ന് പോവോ? അതിന് പോരാഞ്ഞിട്ട് യൂസുഫ് നബിയെ തെരഞ്ഞു വന്നിട്ട് പറയാണ്, ഇവന്റെ ജ്യേഷ്ഠൻ യൂസുഫും മോഷ്ടിക്കുന്ന ആളാണ്. അവിടെ ക്ഷമിക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ.